വളരെ എളുപ്പത്തിൽ പച്ച മസാല ദൊണ്ണെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കാം. 1.25 കിലോ ചിക്കന് 4 മീഡിയം സൈസ് സവാളയും 2 തക്കാളിയും മതിയാവും. 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കാം. പച്ചമസാല തയ്യാറാക്കാനായി 12 നീളം പച്ചമുളക്, മല്ലിയില, പുതിനയില നല്ലപോലെ അരച്ചെടുക്കാം. ചിക്കനിലേക്ക് 50 ഗ്രാം തൈര്, അരച്ച പച്ചമസാല, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ പുരട്ടി മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കി നെയ്യിട്ട് അല്പം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ബാക്കി പകുതി സവാള വറുത്തെടുക്കാം. ബിരിയാണി ഫുൾ കുക്ക് ചെയ്യുന്നത് ഒരു പാത്രത്തിൽ തന്നെയാണ്. ഇളം ബ്രൗൺ നിറമാകുമ്പോൾ സവാള കോരി മാറ്റാം. ബാക്കി പുറത്തിരുന്ന് റെഡിയായിക്കോളും. അതിൽ തന്നെ കശുവണ്ടി കിസ്മിസ് വറുത്തെടുക്കാം. മുഴുവൻ മസാല ഇട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് പച്ചമണം മാറും വരെ ഇളക്കാം. വറുത്ത് വെച്ച സവാള അപ്പോഴേക്കും കറക്റ്റ് പരുവമായിട്ടുണ്ടാവും. ബാക്കി പകുതി സവാള അല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ബിരിയാണി മസാല, ചിക്കൻ മസാല ചേർക്കാം. ഈ 2 മസാലകൾ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയും ചേർക്കുന്നില്ല. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 മാഗി ക്യൂബ് ചേർത്ത് ഇളക്കി മസാല പുരട്ടിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ശേഷം തക്കാളി ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടി, വറുത്ത് വെച്ച സവാള എന്നിവ ചേർക്കാം. വറുത്ത സവാള ഇട്ടാൽ ബിരിയാണി നല്ല ടേസ്റ്റിൽ കിട്ടും. അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 2.5 ഗ്ലാസ്. 2.25 ഗ്ലാസ് വെള്ളം ചൂടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ചിക്കൻ്റെ ഗ്രേവിയിൽ സെറ്റായിക്കോളും. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളം മുഴുവനായും വറ്റിക്കരുത്. ബാക്കി ദം ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. അല്പം റോസ് വാട്ടർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് മല്ലിയില, വറുത്ത സവാള, നെയ്യ് എന്നിവയിട്ട് ദം ചെയ്യാനായി വയ്ക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം തീ ഓഫ് ചെയ്ത് 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നല്ല അടിപൊളി പച്ച മസാല ദൊണ്ണെ ചിക്കൻ ബിരിയാണി റെഡി. അപ്പോൾ ശരി, ബൈ.